അതിഥിരമരമാതാ സ്വാത്മജക്ലേശഖിന്ന ശരണമുപഗതാത്തം കാശ്യപം പ്രാണനാഥം തദുദിതമതിഭക്ത്യാ സാ പയോ നാമ ദിവ്യവ്രതമചരയദീശ ത്വൽപ്രിയം ദ്വാദശാഹം. ദേവമാതാവായ അതിഥിദേവി സ്വന്തം പുത്രന്മാരുടെ ക്ലേശത്താൽ ദുഃഖിതയായിട്ട് ഭർത്താവായ കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്താൽ ഉപദേശിക്കപ്പെട്ട വയോവ്രതം എന്ന പേരുള്ളതും അങ്ങയ്ക്ക് പ്രിയപ്പെട്ടതുമായ വ്രതത്തെ അവർ 12 ദിവസം അതിഭക്തിയോടുകൂടി അനുഷ്ഠിച്ചു. മഹാബലി സ്വർഗം കൈക്കലാക്കിയപ്പോൾ ദേവന്മാർക്ക് സ്വർഗം കൈവിട്ട് പല സ്ഥലങ്ങളിലുമായി അലഞ്ഞു തിരിയേണ്ടി വന്നു. ദേവമാതാവായ അതിഥിദേവി അത്യന്തം ദുഃഖിതയായി. നീണ്ട സമാധിയിൽ നിന്നുണർന്ന കശ്യപൻ ഒരിക്കൽ അതിഥി സന്നിധിയിൽ എത്തി. പത്നിയുടെ വാക്കിൽ നിന്ന് എല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം അവർക്ക് പയോവ്രതം ഉപദേശിച്ചു. ഉത്തമ സന്താന ലബ്ധിക്ക് അത്യന്തം വിശേഷപ്പെട്ടതാണ് ഈ വ്രതം. അതിഥി ഭക്തിയോടെ വ്രതം 12 ദിവസം അനുഷ്ഠിച്ചു. അഷ്ടമം 16-ാം അധ്യായത്തിൽ പയോവ്രതത്തിൻ്റെ ആചരണക്രമം വിശദീകരിച്ചിട്ടുണ്ട്. ത്വൽപ്രിയം എന്ന് വിശേഷിപ്പിച്ചതിനാൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രസാദിക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.